Praise the Lord. Today, once more, greetings to you all in the blessed name of our Lord and Savior Jesus Christ. We are going to meditate from the Word of God now. We all have different kinds of temptations in our life. How can we overcome these temptations in our life? The Bible shows us the right way to overcome these temptations. Today's our message is God will not tempt us beyond our ability. ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൾക്കപ്പുറം ദൈവം നമ്മെ പരീക്ഷിക്കുകയില്ല എന്നതാണ്. In this introduction time, in this introductory words, I would like to say that God will not tempt us beyond our ability. ഈ ആമുഖത്തിൽ ഞാൻ നിങ്ങളോടൊന്നുകൂടെ പറയട്ടെ, നമ്മുടെ കഴിവിനപ്പുറം ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല. We all have different kinds of difficulties and temptations in our life. വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരീക്ഷകളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ Such times we are unable to face these type of temptations in our life. പലപ്പോഴും അതെല്ലാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. But one thing is sure, God will not tempt us beyond our ability. എന്നാൽ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, നമ്മുടെ കഴിവിനപ്പുറമായി ദൈവം നമ്മളെ പരീക്ഷിക്കുന്നവനല്ല. Today we are going to meditate from two biblical parts. രണ്ട് വേദഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. The first part is 1 Corinthians chapter 10 verse 13. അതിന്റെ ഒന്നാമത്തെ ഭാഗം 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ്. One of you please read it in Malayalam. ഒരാൾക്ക് മലയാളത്തിൽ ശബ്ദം ഉയർത്തി വായിക്കാം. പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. Praise the Lord. He will also provide the way of escape that you may be able to endure it. Once more, I would like to read it in English. No temptation, all of you may please listen if possible. No temptation has overtaken you that is not common to man. God is faithful and He will not let you be tempted beyond your ability, but with the temptation He will also provide the way of escape that you may be able to endure it. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. Here Apostle Paul says that God will not tempt us beyond our ability. ഇവിടെ വിശുദ്ധനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ കഴിവിനപ്പുറമായിട്ട് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല. Why? എന്തുകൊണ്ടാണ്? Because our God is faithful and He will also provide the way of escape. അതിന് കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. മാത്രമല്ല ഈ പരീക്ഷയോട് കൂടെ അതിനൊരു നീക്കുപോക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. As I said earlier, sometimes we may come to a position that there is no way to escape from these type of temptations. ഇതുപോലുള്ള പരീക്ഷയിൽ അകപ്പെട്ടതിന് ശേഷം എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ചിന്തയോടെ പലപ്പോഴും നമ്മൾ ആയിരിക്കാറുണ്ട്. Apostle Paul says that with the temptation there is a way provided to escape. വിശുദ്ധനായ പൗലോസ് പറയുകയാണ്, പരീക്ഷ വരുമ്പോൾ തന്നെ അതിനോടൊപ്പം ദൈവം അത് അതിജീവിക്കുവാൻ ഒരു നീക്കുപോക്ക് കൂടെ ഒരുക്കിയിട്ടുണ്ട്. With the temptation there is a way provided to escape for us. ആ പ്രലോഭനത്തോട് കൂടെ അല്ലെങ്കിൽ ആ പരീക്ഷയോട് കൂടെ തന്നെ അതിനെ അതിജീവിക്കുവാൻ ഒരു നീക്കുപോക്ക് ദൈവം ഒരുക്കി. What is the road? What is the way? Or what is the way or the door in front of us? നമ്മുടെ മുൻപിലുള്ള ആ വഴി എന്താണ്? What is the way before in front of the temptation? What is the way God provided for us? പരീക്ഷയെ ജയിക്കുവാൻ മറികടക്കുവാനുള്ള ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴി ഏതാണ്? The way is Jesus Christ. ആ വഴി യേശു ക്രിസ്തുവാണ്. Today I am so happy to say that in front of our temptations, the real way
or the door is our Jesus ഞാൻ Christ. സന്തോഷത്തോടെ ഇന്നൊരു കാര്യം പറയട്ടെ, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പരീക്ഷയോടൊപ്പം തന്നെ അതിനെ അതിജീവിക്കുവാൻ യേശു ക്രിസ്തു എന്ന ഒരു വഴിയും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. I believe you all are happy to hear that words. അത് കേൾക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ How many വിശ്വസിക്കുന്നു. of you are happy to hear that words? എത്ര പേർക്ക് ആ വചനത്തിൽ സന്തോഷിക്കാൻ If you കഴിയും? have no temptations, no problem. But if you have certain kinds of difficulties or temptations in your life, now can you give an amen to the Lord? I know in front of my temptations, God will provide a way for me. പരീക്ഷകളും പ്രലോഭനങ്ങളും ജീവിതത്തിൽ കടന്നു വരാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അമേൻ സ്തോത്രം, പരീക്ഷകളുടെ നടുവിലും സ്തോത്രം അതിനെ അതിജീവിക്കുവാൻ ദൈവം എനിക്കൊരു വഴി, ഒരു നീക്കുപോക്ക് എൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise God. ഹല്ലേലൂയ. In Matthew chapter 4, verses 1 to 11, we can see that Jesus Christ faced certain kinds of temptation in his life. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. യേശു കർത്താവ് താൻ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷയിലൂടെ കടന്നു പോയിരിക്കുന്നത് If possible, one of you may please read chapter 4, verse 1 and 2. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. Here we can see that Jesus Christ was filled with the Holy Spirit. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. After the baptism, Jesus went from this river Jordan. തന്റെ സ്നാനത്തിന് ശേഷം യേശു കർത്താവ് യോർദാൻ നദിയിൽ നിന്ന് കടന്നു പോവുകയാണ്. In his birth, Jesus Christ was with the Holy Spirit. നമുക്കറിയാം യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. But now here we can see that he was filled with the Holy Spirit. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി അവൻ കടന്നു പോയിരിക്കുന്നു എന്നാണ് കാണുന്നത്. Again I want to tell you is that without the infilling of Holy Spirit, we cannot face the temptations in our life. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളെ, പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയത്തില്ല. Jesus Christ was God. We know that Jesus Christ is God. യേശു ദൈവമാണെന്ന് നമുക്കറിയാം. He is with the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ് But നമുക്കറിയാം. at the same time, here we can see that after the baptism, Jesus Christ was filled with the Holy Spirit. ആമേൻ ആമേൻ. തന്റെ സ്നാനത്തിന് ശേഷം യേശു കർത്താവ് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. After that, we can see that Jesus Christ fasted 40 days, night and day. അതിനുശേഷം യേശു കർത്താവ് 40 ദിവസം രാവും പകലും ഉപവസിക്കുന്നത് നമുക്ക് അവിടെ കാണാം. Praise the Lord. After baptism, the temptations may face in our lives. സ്തോത്രം. സ്നാനപ്പെട്ടതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ അടിക്കടി After the infilling of the Holy Spirit, these type of challenges may come in front of us. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടതിന് ശേഷവും പരീക്ഷകളും പ്രലോഭനങ്ങളും ജീവിതത്തിൽ കടന്നു വരാം. In my life, I face different kinds of temptations and difficulties in my life. എന്റെ ജീവിതത്തിൽ ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷകളിലൂടെ പ്രലോഭനങ്ങളിലൂടെ കടന്നു I am പോകുന്നു. standing here as a servant of God. I know that. ഞാനൊരു ദൈവദാസനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. But in my life, I face different kinds of difficulties, agonies, at the same time the temptations in my life. ഇങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷകളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും കടന്നു വരാറുണ്ട്. As I pastor Liju today morning, he explained on the word of God that the great prophet Elisha also faced crucial situations and problems in his life. ഇന്ന് സങ്കീർത്തനത്തിലൂടെ നമ്മൾ കേട്ടു, സ്തോത്രം, ശക്തനായ പ്രവാചകനായ ഏലിശായുടെ ജീവിതത്തിൽ പോലും നിരാശയിലേക്ക് കടന്നു പോകുന്ന നിമിഷങ്ങൾ കടന്നു വന്നു. He prayed to the Lord, Lord, no, I don't want to move forward. Please stop here. I don't want to live again. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്ക് എന്റെ ശുശ്രൂഷ മതി, എനിക്കിനി മരിച്ചാ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു Is വന്നു. it possible for a servant of God? ഒരു ദൈവദാസന് അങ്ങനെ പറയുന്നത് ശരിയാണോ? Is it applicable for a prophet? ഒരു പ്രവാചകൻ അങ്ങനെ പറയുന്നത് ശരിയാണോ? When the servant preached here, I heard that message. It touched in my heart. സ്തോത്രം. ആ സന്ദേശം കേട്ടപ്പോൾ അതെന്റെ ഹൃദയത്തോട് സംസാരിക്കുവാനിടയായി. The great prophet himself said that I don't want to live. We know that
it is actually his desire for suicide. അവൻ ശക്തനായ പ്രവാചകൻ പോലും ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിച്ച ഒരു നിമിഷം കടന്നു വന്നു. In our desperations, you and me are not separated. We all have the same problems in our life. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ ഇങ്ങനെയുള്ള പരീക്ഷകളും നിരാശകളും കടന്നു വരാറുണ്ട്. Here we can see in the word of God, Jesus Christ worked out temptation properly and how he overcame it. ഈ മത്തായിയുടെ സുവിശേഷം 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പരീക്ഷയിലൂടെ കടന്നുപോയതും എങ്ങനെ അതിൽ നിന്ന് പുറത്തു വന്ന് അതിനെ അതിജീവിച്ചു എന്നത് നമുക്ക് കാണാൻ കഴിയും. We can see there are certain questions here we can see in chapter 4 onwards. നാലാമത്തെ വാക്യം മുതൽ ചില ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. In chapter 4 verse 1 onwards we can see certain questions. 4:1 വാക്യം മുതൽ ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. Today I would like to present before you 3 points from this word of God. ഈ തിരുവചനത്തിൽ നിന്ന് 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ The ആഗ്രഹിക്കുന്നു. first thing, the devil is real. ഒന്നാമത്തെ നമ്മുടെ ചിന്ത, പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. If I say these words to somebody, they may not accept this word. അവൻ ഒരു പക്ഷെങ്കിൽ ഇത് മറ്റു ചിലരോട് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കുവാൻ പ്രയാസമായിരിക്കും. We may have different understanding about the devil and his battle. ശത്രുവിനെ കുറിച്ച് അല്ലെങ്കിൽ പിശാചിനെ കുറിച്ചും പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. People have different understanding about this Satan and his battle. സാത്താനെ കുറിച്ചും അവന്റെ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ വ്യത്യസ്ത ധാരണകളാണ് ഓരോരുത്തർക്കും ഉള്ളത്. When he hear this name, there is a picture in our mind. ഈ സാത്താൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഓരോ രൂപങ്ങൾ കടന്നു വരാറുണ്ട്. I think so some of you may have this picture in Onida TV. പലരുടെയും ഉള്ളിലോട്ട് ആദ്യം കടന്നു വരുന്ന ഒരുപക്ഷെ ഒനിഡ ടിവിയിലെ ആ പരസ്യമായിരിക്കാം. I think so. Okay. Then the example is that that means Satan means the black color dress. He always wear the black color dress. പിശാചെന്ന് കേൾക്കുന്നുടനെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കറുത്ത വസ്ത്രം ധരിച്ച ഒരു രൂപമായിരിക്കാം. 2 big horns. 2 കൂർത്ത കൊമ്പുകൾ കാണാം. Large ears. കൂർത്ത ചെവികൾ കാണാം. Long teeth. നീളമുള്ള പല്ലുകളൊക്കെ ആയിരിക്കും. Reddish eyes. ചുവന്ന കണ്ണുകൾ. This is the picture in our heart. ഇതാണ് നമ്മുടെ ഉള്ളിൽ പിശാചിനെ കുറിച്ചുള്ള ഒരു ധാരണ. But I searched the Bible. എന്നാൽ ഞാൻ തിരുവചനം പരിശോധിച്ചപ്പോൾ But in the Bible we cannot see this picture of Satan. പിശാചിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയത്തില്ല. Did you ever see that? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? With big horns, long teeth, great large ears. Did you ever see that? നീളമുള്ള കൊമ്പും ചെവികളും ചുവന്ന കണ്ണുകളും ഒക്കെ ആയിട്ട് ആരെങ്കിലും പിശാചിനെ കണ്ടിട്ടുണ്ടോ? We can't see such Satan in the Bible. അങ്ങനെ ഒരു പിശാചിനെ തിരുവചനം നമ്മളെ കാണിച്ചു തരുന്നില്ല. So there is Satan. സ്തോത്രം. So there is devil. എന്നാൽ പിശാച് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. But some others are not ready to accept the existence of this devil and the battle. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാര് പിശാചും അല്ലെങ്കിൽ അവന്റെ തന്ത്രങ്ങളും എന്നുള്ള സ്തോത്രം ആ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. But when we read this portion, we can see that the Bible or these words 4 verse 1, we can see that the battle is real. എന്നാൽ ഈ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പിശാചും അവന്റെ തന്ത്രങ്ങളും എന്നുള്ളത് യഥാർത്ഥമായ ഒരു കാര്യമാണ്. സോദരൻ, ഒരു മലയാളം പദം ഞാനങ്ങ് ഉപയോഗിക്കുക, കുഴപ്പമില്ല. പാസ്റ്റർ പറഞ്ഞത് കറക്റ്റാ. പോരാട്ടം. ചിലർ പറയും പോരാട്ടം എന്ന് പറയുന്ന ഒന്നില്ല, ഇതല്ല ചുമ്മാ തമ്മി പോരടിക്കുന്നതെന്ന്. അതല്ല. The battle and the Satan is real. അവൻ പിശാചും അവന്റെ പോരാട്ടവും യാഥാർത്ഥ്യമായ കാര്യമാണ്. His name used in verse 3 we can see that he is tempter. 4-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ പരീക്ഷകനാണെന്നാണ്. The other word used here is he is accuser. മറ്റൊരു പദം അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ അപവാദിയാണെന്നാണ്. Another name used for him is slanderer. മറ്റൊരു പദം അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഒരു ദൂഷകനാണെന്നാണ്. Another name is enemy. മറ്റൊരു പദം അവൻ ശത്രുവാണെന്നാണ്. Another name is liar. മറ്റൊരു പദം അവൻ കള്ളം പറയുന്നവനാണ്. These are the spirit of the Satan or the devil.
ഇതെല്ലാം പിശാചിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ആത്മാക്കളാണ്. So we know that enemy is powerful spiritual being who is actively working to destroy us. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണത്. എപ്പോഴും നമ്മളെ തകർത്ത് കളയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. Devil is a real factor that is in this world. The power of devil is in this world. പിശാചിന്റെ ശക്തി ലോകത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. His battle is real. അവന്റെ സ്തോത്ര തന്ത്രങ്ങളും അവന്റെ യുദ്ധവും ഒരു യാഥാർത്ഥ്യമാണ്. He is tempter, accuser, slanderer and enemy. താൻ ഒരു പരീക്ഷകനും അപവാദിയും ദൂഷകനും ഒരു ശത്രുവുമാണ്. So in the epistle to Ephesians chapter 6 verse 11 says that we do not wrestle against flesh and blood, but against the rulers, against the authorities, against the cosmic power over this present darkness, against spiritual forces of evil in the heavenly places. ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. So the satanic power is a real fact in the cosmos. സ്തോത്രം. ഈ ലോകത്തിൽ അവൻ പിശാച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവന്റെ യുദ്ധതന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. The devil and his powers are actively working in this world. പിശാചും അവന്റെ ശക്തിയും അവൻ ശക്തമായിട്ട് ഈ ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. He always tried to attack God, God's plan and God's people. പിശാച് എപ്പോഴും ദൈവത്തെയും ദൈവജനത്തെയും ദൈവത്തിന്റെ പദ്ധതികളെയും തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So if we want to overcome the temptation, we need to understand the devil and the reality of his battle. ആമേൻ. നമുക്ക് പിശാചിന്റെ തന്ത്രങ്ങളോട് ജയിക്കണമെങ്കിൽ, അവന്റെ പരീക്ഷയെ അതിജീവിക്കണമെങ്കിൽ സ്തോത്രം, പിശാചും അവന്റെ തന്ത്രങ്ങളും ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. First of all, you need to realize one thing. He always fight against you and in your spirit and in your physical as well as spiritual well-being. സ്തോത്രം. നാം എപ്പോഴും മനസ്സിലാക്കണം, പിശാച് എപ്പോഴും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും എപ്പോഴും അവൻ ഒതുക്കി കളയുവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. He never liked our spiritual joy. ആമേൻ. നമ്മുടെ ആത്മീയ സന്തോഷം ഒരിക്കലും പിശാച് ഇഷ്ടപ്പെടുന്നില്ല. He always tried to intrude into our hearts. അവൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തിലേക്ക് അവൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. He tried to kill the joy in our heart. നമ്മുടെ ഹൃദയത്തിലെ ആത്മീയ സന്തോഷത്തെ കെടുത്തി കളയുവാൻ പിശാച് Whenever you lost the joy in the presence of God, you realize one thing, that Satan is intruded in my heart. എപ്പോഴൊക്കെ ദൈവ സാന്നിധ്യം അല്ലെ ആത്മീയ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാം വരുന്നു, നാം തിരിച്ചറിയണം പിശാച് നമ്മുടെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുകയാണ്. Certain times we cannot understand the presence of this evil spirit around us. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പൈശാചികമായ ശക്തിയെ നാം തിരിച്ചറിയാൻ മറന്നു പോകുന്നു. When he distracted us from the God or the presence of God or the real understanding of God, that time we need to understand the presence of Satan is nearer to me. എപ്പോഴൊക്കെ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് അവൻ ദൈവത്തിന്റെ കൃപകളെ നാം മറന്നു പോകുന്നു, അപ്പോഴൊക്കെ നാം തിരിച്ചറിയണം അവൻ പിശാച് നമ്മുടെ ഹൃദയത്തിലെ ആത്മീയ സന്തോഷത്തെ കെടുത്തി കളഞ്ഞു. The first thing I share here is that always what we need to understand is that Satan, the devil is real. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അവൻ പിശാചും അവന്റെ തന്ത്രങ്ങളും യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. Secondly, just I would like to say is that the method of his attack. രണ്ടാമത്തെ നമ്മുടെ ചിന്ത ആമേൻ സ്തോത്രം ശത്രുവിന്റെ ആക്രമണത്തിന്റെ രീതികളാണ്. In verse 3 and 6, chapter 4, verse 3 and 6, we can see repeatedly one word. 4-ാമത്തെ അധ്യായം അതിന്റെ 3ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരേ പദം വീണ്ടും വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. Would you please read that chapter 4 verse 3? മാത്യു 4-ാമത്തെ അധ്യായം 3-6 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. Here we can see the question to Jesus Christ is that if you are the Son of God. ആമേൻ. ഇവിടെ യേശു കർത്താവിനോട് പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യം നീ ദൈവപുത്രൻ എങ്കിൽ എന്നൊരു ചോദ്യമാണ്. Again we can see verse 6, this same repeated question. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും ഇതേ ചോദ്യം തന്നെ അവിടെയും കാണാം. Please read.
if you are the Son of God, again devil repeated this question to Jesus Christ. വീണ്ടും അതേ ചോദ്യം തന്നെ പിശാച് കർത്താവിനോട് ആവർത്തിക്കുകയാണ്. So the first method of, one of the important method of Satan's attack is making doubt in our heart. പിശാചിന്റെ ഒന്നാമത്തെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ സംശയം കൊണ്ടിടുകയാണ്. Here Satan asked Jesus, if you are the Son of God. ഇവിടെ പിശാച് കർത്താവിനോട് ചോദിക്കുന്നത് നീ ദൈവപുത്രനെങ്കിൽ എന്നാണ് The ചോദിക്കുന്നത്. enemy is not asking Jesus to prove himself as the Son of God, ഇവിടെ കർത്താവിനോട് ശത്രു പറയുന്നത് നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനല്ല പറയുന്നത്. but the enemy is trying to have Jesus doubt his relationship with the Father. ആമേൻ. ഇവിടെ പിശാച് ശ്രമിക്കുന്നത് യേശു കർത്താവിന്റെ ഹൃദയത്തിൽ പിതാവായ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരു സംശയം ജനിപ്പിക്കുകയാണ്. The existence of relationship with Father and Son is questioned here. ആമേൻ. ഇവിടെ പിതാവായ ദൈവവും പുത്രനുമായിട്ടുള്ള ബന്ധത്തെ ഒരു സംശയമുനയിൽ നിർത്തുവാൻ പിശാച് ശ്രമിക്കുകയാണ്. The enemy uses doubt as a weapon to attack Jesus Christ. പിശാച് പലപ്പോഴും സ്തോത്രം നമ്മളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ഒരായുധം എന്ന് പറയുന്നത് സംശയമാണ്. So this is one of the methods, the important method Satan or devil always try to use against us. ഇതാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടിടുന്ന തന്റെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. Look at the temptation of Eve in the book of Genesis. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആമേൻ ഹവ്വയുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ ഒരു പരീക്ഷ നോക്കിയേ. There we can see in chapter 3 verse 1, there he used doubt as a weapon to Eve. മൂന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലും അവിടെ നമുക്ക് ഇതിന് സമാനമായി കാണാൻ കഴിയുന്നത് ഹവ്വയുടെ ജീവിതത്തിൽ ഒരു സംശയം പിശാച് കൊണ്ടിടുകയാണ്. What he said to Eve? ഇവനോട് എന്താണ് പറഞ്ഞത്? Did God actually say, you shall not eat of any tree in the garden? അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയോട് അത് പറയുന്നത് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. Through the doubt, devil tried to make a doubt in the heart of this Eve. ആമേൻ. ഒരു സംശയം ഹവ്വയുടെ ഉള്ളിൽ ആമേൻ വരുത്തിക്കൊണ്ട് പിശാച് അവളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ From ശ്രമിക്കുകയാണ്. that doubt, what starts? The sin begin in her life. ആമേൻ. ആ സംശയമാണ് അവളുടെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു ആരംഭത്തിന് കാരണമായി The തീർന്നത്. devil wants you to doubt everything about your relationship with God. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംശയം കൊണ്ട് ജനിപ്പിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. But I am so happy to say that in the word of God, again and again, what God says is that New Testament or the word of God give us confidence again and again in our life. പിശാച് നമ്മുടെ ഉള്ളിൽ സംശയം ജനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ തിരുവചനം നമ്മെ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ വചനത്തിലൂടെ പുതിയ നിയമങ്ങളിലൂടെ നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. When we lost the confidence in God or when we doubt the relationship with the God, that time the word of God make us confirm in the presence of God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആമേൻ സ്തോത്രം സംശയങ്ങൾ പിശാച് ജനിപ്പിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ ഉറപ്പിച്ചു The നിർത്തുകയാണ്. only weapon against the devil is the word of God. ആമേൻ സ്തോത്രം. പിശാചിനോട് എതിർക്കുവാനുള്ള ആമേൻ ഏക ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ In the വചനമാണ്. Old Testament, many times the prophets were tempted and they looked at the Lord and asked, Lord, why to me? Why I am going through these sufferings? പഴയ നിയമ ആമേൻ സ്തോത്രം വിശുദ്ധന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷകളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവൾ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതികൂലങ്ങളും പരീക്ഷകളും കടന്നു വരുന്നത്? Many people in the word of God like to stop their Christian life at the same time the ministry with them. തിരുവചനത്തിൽ അനേക ഭക്തന്മാര് ജീവിതത്തിൽ പരീക്ഷകളും പ്രതികൂലങ്ങളും വന്നത് കാരണം അവരുടെ ശുശ്രൂഷ തന്നെ അവരുടെ ക്രിസ്തീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള അനേകരെ നമുക്ക് But from the പരിചയപ്പെടുത്തുന്നുണ്ട്. word of God, I noticed that God gave us the confidence in the word of God. എന്നാൽ തിരുവചനം നമുക്ക് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ഉറപ്പിക്കുന്നുണ്ട്. In 1 John chapter 5 verse 14, we can see that, and this is the confidence. We got the confidence in the word of God. What is that confidence? This is the confidence that we have toward him, and that
if we ask anything according to his will, he hears you. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. So we need the confidence in our God. ആമേൻ. നമുക്ക് നമ്മുടെ ദൈവത്തിൽ ഒരു ഉറപ്പ് ആവശ്യമാണ്. Many times with the doubt we may lost our confidence in God. പലപ്പോഴും സംശയം പിശാച് ഉള്ളിൽ ഇടുന്നത് കൊണ്ട് തന്നെ ദൈവത്തിലുള്ള ആ ഒരു ധൈര്യവും ഉറപ്പും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. We know that our relationship with God will give us confidence. ആമേൻ. സ്തോത്രം. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ദൈവത്തിലുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകി തരുന്നത്. In again Hebrews chapter 10 verse 35 we can see that therefore do not throw away your confidence which has a great reward. എബ്രായ ലേഖനം 10-ാം അധ്യായം 35 പ്രകാരം എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. This confidence, we have a great reward in this confidence. ആമേൻ. സ്തോത്രം. ഈ ധൈര്യത്തിനകത്ത് നമുക്കൊരു വലിയ പ്രതിഫലമുണ്ട്. Ephesians chapter 3 verse 11 and 12 says that this was according to the eternal purpose that he was realized in Christ Jesus our Lord, in whom we have boldness and access with confidence through our faith in him. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 12, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രത്യാശയും ആമേൻ പ്രവേശനവും ഉണ്ട്. So in this epistle of John, Hebrews and Ephesians says that we have confidence in God. യോഹന്നാന്റെ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും എല്ലാം നമ്മളോട് പറയുന്നത് നമുക്ക് ദൈവത്തിൽ ഒരു ധൈര്യമുണ്ടെന്നാണ്. What is that confidence? I have a true relationship with my God. ആമേൻ. സ്തോത്രം. എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ധൈര്യം? അത് സ്തോത്രം ദൈവവുമായിട്ടുള്ള ആ ഒരു അഭേദ്യമായ ബന്ധമാണ്. Every time the devil will try to make doubt in our relationship, but the word of God give us confidence. എല്ലാ കാലത്തും പിശാച് സംശയമെന്ന ആമേൻ സ്തോത്രം ആയുധം നമുക്കെതിരെ ഉപയോഗിക്കുമ്പോൾ സ്തോത്ര ദൈവത്തിന്റെ വചനം ഓരോ നിമിഷവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ നിലനിർത്തുന്നു. When I read this word of God and meditate from this word of God, I noticed certain things that today also Satan or the devil using these weapons to destroy us. ആമേൻ. സ്തോത്രം. ഈ വചനം ധ്യാനിച്ചപ്പോൾ ആമേൻ സ്തോത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇന്നും ഇതേ ആയുധം തന്നെയാണ് പിശാച് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. He always tried to make doubt in our heart. ആ പിശാച് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുവാൻ ഇടയാകും. He tried to make doubt in family relationships. ആമേൻ. കുടുംബ ബന്ധങ്ങളിൽ സംശയം കൊണ്ടിടുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. He tried to make doubt in church relationships. ആമേൻ. സഭാ ബന്ധങ്ങളിൽ സ്തോത്രം പിശാച് സംശയങ്ങൾ ജനിപ്പിക്കാൻ He ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. tried to make doubt in family environment. ആമേൻ. കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പിശാച് ഇതുപോലുള്ള സംശയങ്ങൾ കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. Because of this doubt, what happened is that every time many times we failed in these type of temptations. ആമേൻ. ഇങ്ങനെയുള്ള പരീക്ഷ ജീവിതത്തിൽ നിരന്തരമായി കടന്നു വരുന്നത് കാരണം പലപ്പോഴും നമ്മൾ ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. So I want to tell you is that every time we need to realize the method of his attack. The important thing is making doubt in our hearts. ദൈവമക്കളായ നാം എപ്പോഴും മനസ്സിലാക്കണം, സ്തോത്രം പിശാചിന്റെ ആമേൻ സ്തോത്രം ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ സംശയം കൊണ്ടുവരിക എന്നുള്ളത്. Third thing I want to say is that always ready for the temptation. സ്തോത്രം. മൂന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് പരീക്ഷയ്ക്കായി എപ്പോഴും നാം തയ്യാറായിരിക്കണം. We cannot predict the exact time of this temptation. ആമേൻ. എപ്പോഴാണ് ഈ പരീക്ഷ ഈ പ്രലോഭനം ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. In the life of Jesus Christ, it came after his baptism and infilling of the Holy Spirit. ആമേൻ. സ്തോത്രം. യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഈ പരീക്ഷകൻ കടന്നു വന്നത് സ്തോത്രം താൻ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടതിന് ശേഷമാണ്. After fasting, this temptation came to him. ആമേൻ. ഉപവാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പരീക്ഷ തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. In front of Jesus Christ, this temptation came. യേശു കർത്താവിന്റെ മുമ്പിൽ പോലും ഈ പരീക്ഷ കടന്നു വന്നു. So we need always ready for the temptation. അതുകൊണ്ട് എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ആമേൻ നാം ഒരുങ്ങിയിരിക്കണം. Here we can see that Jesus Christ was led by the Spirit into the wilderness to be tempted by the devil. ആമേൻ. ഇവിടെ
ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നുള്ളതാണ്. So the Holy Spirit led him to the wilderness. ആമേൻ. അവിടെ കാണുന്നത് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നതാണ്. We may ask to the Lord, why Holy Spirit you led me into this wilderness? ആമേൻ. നമുക്ക് കർത്താവിനോട് ഒരു പക്ഷേ ചോദിക്കാം, എന്തുകൊണ്ടാ കർത്താവേ ആമേൻ പരിശുദ്ധാത്മാവ് തന്നെ കർത്താവിനെ ആമേൻ ഈ പരീക്ഷയിലേക്ക് നയിച്ചത്? After this baptism, after this Holy Spirit, after this fasting, why you led me in this wilderness? തന്റെ സ്നാനത്തിന് ശേഷം തന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് ശേഷം ഉപവാസത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷയിലേക്ക് കടത്തിവിട്ടത്? God is bringing Jesus into the wilderness for a tempting sequence. ആമേൻ. യേശു കർത്താവിനെ ആമേൻ സ്തോത്രം മരുഭൂമിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നടത്തിയത് പരീക്ഷയുടെ ഒരു പരമ്പരയിലേക്ക് In തന്നെയായിരുന്നു. the Bible we can see that wilderness represent a place of testing. ആമേൻ. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആമേൻ സ്തോത്രം മരുഭൂമി എപ്പോഴും ഒരു പരീക്ഷയുടെ ഒരു ശാലയാണ്. Israelites were tempted in the wilderness near 40 years. ആമേൻ. ഇസ്രായേൽ ജനം ഏതാണ്ട് 40 വർഷത്തോളം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് കാണുന്നു. Here in the same way, New Testament period, Jesus Christ, the Son of God, also tempted. ആമേൻ. അതിന് സമാനമായി തന്നെ ആമേൻ ആമേൻ പുത്രനായ ക്രിസ്തു 40 ദിവസം ആമേൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. Israelites were tempted in the wilderness 40 years. ആമേൻ. ആമേൻ. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ വെച്ചാണ് Jesus പരീക്ഷിക്കപ്പെട്ടത്. Christ here tempted after his 40 days fasting. ആമേൻ. യേശു കർത്താവും തന്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് പരീക്ഷിക്കപ്പെടുന്നത്. We need to realize one thing in my temptation. If I am a baptized person, if I feel filled with the Holy Spirit, and I am a fasted person, I know one thing: the power of Spirit is with me. സ്തോത്രം. നാം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മൾ ആമേൻ സ്തോത്രം സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളെ മുൻപോട്ട് പോകുവാൻ സഹായിക്കും. If you are the child of God, in this wilderness, God is with you. ആമേൻ. നീ ഒരു ദൈവപൈതലാണെങ്കിൽ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ സ്തോത്രം കർത്താവ് കൂടെയുണ്ട്. God will not tempt you beyond your ability. ആമേൻ. നമ്മുടെ കഴിവിനപ്പുറം നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. I hope you have all this confidence from the word of God. ആമേൻ. തിരുവചനത്തിൽ നിന്ന് ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Some of you may have this kind of things happen in your life. ആമേൻ. ഒരു പക്ഷെങ്കിൽ പലതരത്തിലുള്ള പരീക്ഷകളും പ്രലോഭനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. If you are in the wilderness, ആമേൻ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ആമേൻ മരുഭൂമിയുടെ if അവസ്ഥയിലായിരിക്കാം. you are in front of this temptation, ആമേൻ. നിങ്ങൾ പ്രലോഭനത്തിന്റെയോ പരീക്ഷയുടെയോ വക്കിലായിരിക്കാം. believe this word of God. ആമേൻ. ഈ വചനം വായിക്കുക. God will not tempt you beyond your ability. ആമേൻ. നിങ്ങളുടെ കഴിവിന് അപ്പുറമായിട്ട് നിങ്ങളെ പരീക്ഷിക്കുന്നവനല്ല നിങ്ങൾ സേവിക്കുന്ന ദൈവം. Why God sent these Israelite people to the wilderness? എന്തിനാണ് കർത്താവ് ആമേൻ ദൈവം ഈ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് നയിച്ചത്? In Deuteronomy chapter 8 verse 2 says that, and you shall remember the all way that the Lord your God has led you these 40 years in the wilderness, that he might humble you, testing you to know what was in your heart, whether you would keep his commandment or not. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. So dear ones, these are the encouraging words to us. God's expectation from our heart is that you humble before me. ആമേൻ. ഇങ്ങനെയുള്ള പരീക്ഷകളിലൂടെ ആമേൻ നമ്മളെ കടത്തി വരുമ്പോൾ നാം മനസ്സിലാക്കണം, നാം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാനാണ് ഈ പരീക്ഷകൾ. God is testing our heart. ആമേൻ. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുകയാണ്. Are you ready to humble in front of the Lord? നാം ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാണോ? God is searching your heart. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. If we have something in our heart, God will not forgive to us. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കൈപ്പായുള്ളതുണ്ടെങ്കിൽ ദൈവം അത് ക്ഷമിക്കത്തില്ല. Today what God said is that in your heart you keep pure life. I am searching you in this wilderness.
if you don't want wandering in this wilderness, obey the word of God. സ്തോത്രം. നീ ഈ മരുഭൂമിയിൽ അലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നീ അനുസരിക്കുന്നവരായിരിക്കണം. As I said earlier, here Jesus was not abandoned in the wilderness. ഇവിടെ യേശു കർത്താവിനെ ഈ മരുഭൂമിയിലേക്ക് തള്ളിവിടുകയല്ലായിരുന്നു ചെയ്തത്. God never gave up Jesus Christ in the wilderness, Father God. പിതാവായ ദൈവം തന്റെ പുത്രനെ ആ മരുഭൂമിയിൽ അവൻ തള്ളിക്കളഞ്ഞില്ല. But the Spirit was leading him into the wilderness. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പുത്രനായ ക്രിസ്തുവിനെ ആ മരുഭൂമിയിലേക്ക് നയിക്കുകയായിരുന്നു. We may ask to the Lord, Lord, why you send your son to this world? We may ask to the Lord, Lord, why you send only begotten son to this world? ദൈവത്തോട് ചോദിക്കാം, എന്തിനാണ് നിന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? Why he baptized? എന്തിനാണ് അവൻ സ്നാനപ്പെട്ടത്? Why he lived in this world? എന്തിനാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചത്? Why you abandoned lastly here? എന്തിനാണ് അവനെ ഈ ഭൂമിയിലേക്ക് തള്ളിവിട്ടത്? But God's answer is that I am leading him to this temptation in his life. പിതാവായ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, ഞാൻ അവനെ സ്തോത്രം അവന്റെ പരീക്ഷകളിൽ അവനെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I never abandoned him from my presence. ഞാൻ ഒരിക്കലും എന്റെ സാന്നിധ്യത്തിൽ അവനെ The തള്ളിക്കളഞ്ഞിട്ടില്ല. Spirit was leading him. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അവനെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We may suspect that why all these things happen, even though I am a child of God, why all these things happen to me? നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ചിന്ത വരാം, ഞാനൊരു ദൈവ പൈതലായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷകൾ എന്റെ ജീവിതത്തിൽ കടന്നു God's വരുന്നത്? answer is that I am leading you in this suffering. ദൈവത്തിന് നമ്മളോട് ഇന്ന് പകൽ പറയാനുള്ളത്, ഞാൻ ഈ പരീക്ഷയിലൂടെ നിന്നെ In നയിച്ചുകൊണ്ടിരിക്കുകയാണ്. your pain and suffering, I am leading you. നിന്റെ വേദനയിലൂടെ നിന്റെ കഷ്ടതയിലൂടെ ഞാൻ നിന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. I hope you all have this confidence in your ആ life. ഒരു ഉറപ്പ് എല്ലാവരുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ God വിശ്വസിക്കുന്നു. is faithful and He will not let you tempted beyond your ability, but with the temptation He will also provide the way of escape that you may be able to endure it. സ്തോത്രം. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള നീക്കുപോക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ The നൽകി തരും. enemy's plan is to destroy us and our faith in every stage of life. അവൻ പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മളെ സംശയം ജനിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ്. But our God is faithful and He is our stronghold. എന്നാൽ നമ്മുടെ ദൈവം ആമേൻ സ്തോത്രം നമ്മുടെ ഉറപ്പും നമ്മുടെ ബലവുമാണ്. This time it is very good to remember Jude verse 24. സ്തോത്രം. യൂദയുടെ ലേഖനം 24-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Now to Him who is able to keep you from stumbling and to present you blameless before the presence of His glory with great joy, to the only God, our Savior, through Jesus Christ our Lord, be glory, majesty, dominion and authority before all time and now and forever. Amen. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. Praise the Lord. So in this world we are not standing alone, but with the power of God, or Jesus Christ is with us. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലായിരിക്കുന്നത്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. Dear brothers and sisters, I don't know your life, but I want to admonish you and encourage you is that you are not alone in front of this temptation. Your God is with you, not for one day, up to the end. He is with you. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും അന്ത്യത്തോളം നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. Certain times it is very difficult to accept this truth in our life. അവൻ പലപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. We know the word of God, but it is very difficult to digest in our heart. പലപ്പോഴും നമുക്ക് ദൈവവചനമൊക്കെ അറിയാം, എന്നാൽ ആമേൻ സ്തോത്രം അതിനെ ഒരു പ്രായോഗിക പദത്തിലേക്ക് കൊണ്ടുവരാൻ
വരുവാൻ നമുക്ക് വലിയ വിഷമമാണ്. We may ask, sure, we will ask up to the end, Lord, why all these things happen to me? പരീക്ഷകളെല്ലാം നേരിട്ടതിന് ശേഷം അവസാനം നമ്മളെല്ലാവരും കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ Last പ്രതിസന്ധികൾ? 28, 29, 30 years I am in this field, in this ministry field. ആമേൻ. ഏതാണ്ട് 30 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളവനാണ്. I am ministered in the more than 10 churches. ആമേൻ. ഏതാണ്ട് 10 സഭകൾ പരമായിട്ട് ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. Few days back also I asked to the Lord, why I am going through these sufferings. ആമേൻ. ചില ദിവസങ്ങൾക്ക് പുറകെ ഞാൻ ദൈവത്തോട് ഇതേ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു So പോകുന്നത്? I know that in front of my believers also ask this question to the Lord. ആമേൻ. അതുകൊണ്ട് എനിക്ക് ഒരു ഉറപ്പാണ്, എന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും ഈ ചോദ്യം ദൈവത്തോട് But this ചോദിക്കുന്നു. is the encouraging word from the Lord. I am with you up to the end. I am ready to stand. I am ready to help you up to the end. എന്നാൽ ഈ വചനം നമുക്ക് തരുന്ന വീണ്ടും നമ്മളെ ഉറപ്പിക്കുന്ന ആമേൻ സ്തോത്രം ഒരു കാര്യം, അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് How എന്നതാണ്. many of you have such confidence in your heart? എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? How many of you have such confidence in your heart? ആമേൻ. എത്ര പേരുടെ ഹൃദയത്തിൽ ആ ഒരു Can you ബോധ്യമുണ്ട്? say an amen to the Lord? ആമേൻ. കർത്താവിന് ഒരു ആമേൻ പറയാമോ? How many of you have this type of experience in your life? ആമേൻ. ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള എത്ര പേരുണ്ട്? Can you say, I am not alone? ആമേൻ. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് പറയാൻ Can എത്ര you say, I am പേർക്ക് not കഴിയും? alone? ഞാൻ എന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ലെന്ന് എത്ര In പേർക്ക് front of പറയാം? this temptation, I am not alone. ഈ പരീക്ഷകളിൽ ഞാൻ ഒറ്റയ്ക്കല്ല. But my God is with me. കർത്താവിന്റെ കൂടെയുണ്ട്. I fulfill my race. ആമേൻ. ഞാൻ എന്റെ ഓട്ടം ഓടി തികയ്ക്കും. I finish my race successfully. എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ അത് പൂർത്തീകരിക്കുക തന്നെ We ചെയ്യും. are not alone in this world. ആമേൻ. ഈ ലോകത്തിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. Jesus Christ is the best example before us. ആമേൻ. കർത്താവായ യേശുവാണ് അതിന് ഉത്തമ ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത്. You may have some financial difficulties in your ആമേൻ. life. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. If you are alone in your family, ആമേൻ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒറ്റയ്ക്കായി. you may have some problems in your family. സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ കാണാം. You may have certain questions in your life. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വരാം. But you are children of God, you are not alone here. എന്നാൽ നാം മനസ്സിലാക്കണം, ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്കല്ല ഇതിന്റെ നടുവിൽ. Your God is able to help you up to the end to stand in His presence. ആമേൻ. ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിലും അവസാനം വരെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. Ephesians chapter 6 verse 10 to 12 we can see that finally be strong in the Lord and in the strength of His might. Put on the all armor of God that you may be able to stand against the schemes of the devil. For we do not wrestle against flesh and blood, but against the rulers, against the authorities, against the cosmic power over this present darkness, against spiritual forces of evil in the heavenly places. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിനു ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. Our fight is not with this flesh or blood. ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിലുള്ള ജഡരക്തങ്ങളോടല്ല. Our wrestling is not against flesh and blood, ആമേൻ. നമുക്ക് യുദ്ധമുള്ളത് ആമേൻ സ്തോത്രം ഈ ലോകത്തിലെ മനുഷ്യരോടല്ല. but against the rulers, സ്തോത്രം. against the authorities, against the cosmic power of this present darkness, against spiritual forces of evil in the heavenly places. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും ആമേൻ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമാണ്. So here we can see that what God says about our temptations. ആമേൻ. ഇവിടെ കർത്താവ് നമ്മുടെ പരീക്ഷയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? Always be ready for the temptation. ആമേൻ. എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കണം. In our life it may come at any time. ആമേൻ. ജീവിതത്തിൽ ഏത് നിമിഷവും പരീക്ഷയും പ്രലോഭനവും കടന്നു വരാം. So what all things needed to overcome this temptation? ആമേൻ. പരീക്ഷയെ അതിജീവിക്കുവാൻ എന്ത് കാര്യമാണ് നമുക്ക് വേണ്ടത്? Firstly, we know that first thing is to look at the way Jesus, then we can escape from this temptation. ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷയെ അതിജീവിക്കുവാൻ മറികടക്കുവാൻ ഒന്നാമതായി യേശു ക്രിസ്തു എന്ന വാതിലിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം. Look at the way Jesus,
the door Jesus. ആമേൻ. യേശു ക്രിസ്തു എന്ന വാതിലിലേക്ക് നമ്മൾ നോക്കണം. From this portion, we notice the way or the door Jesus Christ. സ്തോത്രം. ഈ വാക്യങ്ങളിലൂടെ നമ്മൾ ആമേൻ സ്തോത്രം കർത്താവാണ് വാതിലെന്ന് നമ്മൾ കണ്ടു. We have the ability to say no to sin. ആമേൻ സ്തോത്രം. പാപത്തോട് നോ പറയുവാനുള്ള ഒരു തന്റേടം നമുക്ക് The ആവശ്യമാണ്. devil is actively working to have you doubt your God. പിശാച് എപ്പോഴും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംശയം ജനിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. Never doubt God's faithfulness toward you. എന്നാൽ അവൻ ദൈവത്തെ സംശയിക്കുവാൻ ഇടയാകരുത്. Never doubt God's faithfulness toward you. ഒരിക്കലും ദൈവത്തിന്റെ വിശ്വസ്തതയെ നാം സംശയിക്കരുത്. Then you can overcome this temptation. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പരീക്ഷയെ നമുക്ക് അതിജീവിക്കുവാൻ Minimum കഴിയും. 3 things we must remember. അവൻ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. The first thing, Jesus Christ is the way. യേശു കർത്താവാണ് വഴി എന്ന് നമ്മൾ Secondly, മനസ്സിലാക്കണം. don't doubt our God. അവൻ ദൈവത്തെ സംശയിക്കാൻ, ദൈവത്തിന്റെ വിശ്വസ്തതയെ സംശയിക്കാൻ Don't പാടില്ല. doubt the faithfulness of our God. ദൈവത്തിന്റെ വിശ്വസ്തതയെ നാം Then you സംശയിക്കരുത്. can overcome this temptation. അവൻ എന്നാൽ നമുക്ക് ഈ പരിശോധനയെ, ഈ പരീക്ഷയെ അതിജീവിക്കുവാൻ In കഴിയും. conclusion, I would like to say few more things related to this. അവൻ ഞാൻ എൻ്റെ വാക്കുകളെ ഇങ്ങനെ നിർത്തട്ടെ. First of all, how can we overcome these temptations? ഒന്നാമതായി എങ്ങനെ നമുക്ക് ഈ പരീക്ഷയെ അതിജീവിക്കാൻ First കഴിയും? of all, we must accept the devil is real. ഒന്നാമതായി പിശാച് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ His മനസ്സിലാക്കണം. battle is real. അവന്റെ യുദ്ധവും തന്ത്രങ്ങളും യാഥാർത്ഥ്യമാണ് നമ്മൾ Secondly, മനസ്സിലാക്കണം. we must know his method of attack. ആമേൻ. രണ്ടാമതായി സ്തോത്രം അവന്റെ സ്തോത്രം യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്താണ് നമ്മൾ As I തിരിച്ചറിയണം. said, always remove the satanic power. When the doubt intruded in your heart, that means this is one of the weapon Satan used against you and your family and your spiritual well-being. സ്തോത്രം. സംശയം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പിശാച് കൊണ്ടിട്ട സ്തോത്രം അവന്റെ ഒരു ആയുധമാണ് നമ്മൾ മറന്നു പോകരുത്. We know why these days the increasing level of family divorces. കുടുംബജീവിതത്തിലെ ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ്? The important reason is doubt. അതിന്റെ പ്രധാന കാരണം സംശയമാണ്. Without any reason, people doubt. ഒരു കാരണവുമില്ലാതെ മനുഷ്യർ സംശയിക്കും. If somebody is sitting nearer to you, doubt that person. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംശയിക്കും. But there is nothing in that. That is the strong weapon against you and your spiritual life. എന്നാൽ അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് പിശാചിന്റെ നമ്മോടുള്ള ഏറ്റവും വലിയ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കണം. So try to overcome these method of attack, doubt. സ്തോത്രം. ഈ പ്രകാരമുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ And തിരിച്ചറിയണം. always prepare or always ready for the temptation. എപ്പോഴും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. Whenever it comes to my mind, whenever comes in before me, I will overcome it. I will got success in that. സ്തോത്രം. എപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ പരീക്ഷ കടന്നു വരുമ്പോ അപ്പോഴൊക്കെ ദൈവം നമുക്കതിനെ അതിജീവിക്കുവാനുള്ള കൃപ തരും. God is faithful, so God will not tempt us beyond our ability. ആമേൻ. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കഴിവിനപ്പുറമായിട്ട് ദൈവം നമ്മളെ പരീക്ഷയ്ക്ക് കടത്തിവിടത്തില്ല. This is the great confidence Jesus Christ gave us through his life experience. ഇതാണ് യേശു കർത്താവ് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഉറപ്പ്. I hope these words speaks to you. ഈ വചനം നിങ്ങളോട് സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope this is the great confidence from the word of God. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉറപ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We all have different kinds of temptations in our life. ആമേൻ. വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരും. Satan is real. ആമേൻ. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. He may use his weapons, especially the weapon of doubt against me. ആമേൻ. സ്തോത്രം. അവൻ നമുക്കെതിരായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് സംശയം എന്നുള്ളത്. But I have confidence in my life that is always ready for the temptation. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഏത് നിമിഷവും ഈ പരിശോധനകൾ കടന്നു വരും. God will not tempt us beyond our ability. എന്നാൽ ദൈവം നമ്മുടെ കഴിവിനപ്പുറമായിട്ട് പരീക്ഷയിൽ നമ്മളെ അകപ്പെടുത്തുന്നവനല്ല. For 1 minute, let's close your eyes. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം. We are here in front of our God. നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലാണ്. Are you in the wilderness? നാം
മരുഭൂമിയുടെ നാം ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലാണോ? Do you have some questions in your mind? നിങ്ങളുടെ ഹൃദയത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടോ? Lord, I am a saved person, baptized person, I am filled with the Holy Spirit, I am fasted, then why all these things comes to me? കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ കടന്നു വരുന്നത്? God's answer is that 40 years I kept Israelite people in the wilderness. കർത്താവിന്റെ മറുപടി പ്രകാരമാണ് 40 വർഷം ഇസ്രായേൽ ജനത്തെ ഞാൻ മരുഭൂമിയിലൂടെ കടത്തിവിട്ടു. I helped my only begotten son in the wilderness. ഞാൻ എൻ്റെ ഏകജാതനായ പുത്രനെ മരുഭൂമിയിലേക്ക് കടത്തിവിട്ടു. I am ready to help you also in this wilderness. ആമേൻ. എൻ്റെ പുത്രനെ ഞാൻ ആ മരുഭൂമിയിൽ സഹായിച്ചതുപോലെ നിങ്ങളെയും സഹായിക്കാൻ ഞാൻ വിശ്വസ്തനാണ്. So, if possible, repeat these words in your mind. God will not tempt us beyond my ability. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വാക്കുകൾ വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവിടണം. നമ്മുടെ കഴിവിനപ്പുറമായിട്ട് നമ്മളെ പരീക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. God will not tempt us beyond our ability. നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും അപ്പുറമായിട്ട് ദൈവം നമ്മളെ പരീക്ഷയിലേക്ക് കടത്തിവിടത്തില്ല. This is the confidence, great confidence Jesus Christ gave us through his life experience. അതാണ് യേശു കർത്താവ് തന്റെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ്. So don't worry about today's problems. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളെ കണ്ട് നിരാശപ്പെടണ്ട. സ്തോത്രം. Don't disturb today's temptations. ഇന്നത്തെ പരീക്ഷകളെ കണ്ടുകൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. Don't cry before the sickness, economical crisis, or about the future of you or the future of your child. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാമ്പത്തികമായ ഞെരുക്കം, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, തലമുറകളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ, ആമേൻ, വ്യാകുലതകൾ കൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. The answer is that I am with you up to the end. നമുക്ക് ലഭിക്കുന്ന മറുപടി അവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. I am able to help you up to the end. നിങ്ങളുടെ അവസാനം വരെ നിങ്ങളെ സഹായിക്കുവാൻ ഞാൻ മതിയായവൻ എന്നുള്ളതാണ്. I am the father of you. ഞാൻ നിന്റെ പിതാവാണ്. I am the brother of you. ഞാൻ നിന്റെ സഹോദരനാണ്. I called you in this ministry. ഞാനാണ് നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ചത്. I called you in this belief. ആമേൻ. I called you in this belief. ഈ വിശ്വാസത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നതാണ്. I redeemed you, so you are saved. ഞാൻ നിന്നെ വീണ്ടെടുത്തത് കൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടത്. So, my son, my daughter, don't worry about today's temptations. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് കടന്നു വരുന്ന ഈ പരീക്ഷകളെ കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. You have some temptations in your life. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷകളും പ്രലോഭനങ്ങളും കടന്നു വരാറുണ്ട്. But it's sure God will not tempt us beyond our ability. എന്നാൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, നമ്മുടെ കഴിവിനപ്പുറമായിട്ട് ദൈവം നമ്മളെ പരീക്ഷയിൽ കടത്തിവിടത്തില്ല. Abba Father, thank you for thy words. I submit myself. Empower me with thy word of God. If somebody heard this message and they strengthened through these words, I pray for them and praise for them. Enable them to lead a victorious Christian life. We know that God will not tempt us beyond our ability. Thank you for hearing our prayer. In Jesus' name we ask.